ശരിക്കും പറഞ്ഞ സദ്യയല്ല, സദ്യ പോലെ തന്നെയാണ്. കാരണം അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. സദ്യ നമ്മുടെ കുട്ടി പഴയിടം അങ്ങ് നിർത്തി. സൂപ്പർ. ഇതുവരെ കഴിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പച്ചടി ഇതായിരിക്കും. അതേപോലെ തന്നെ ഈ കറികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടു അത് തന്നെയാണ്. നമസ്കാരം. കുറെ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും യദുവിനോടൊപ്പം ഒരു വീഡിയോ ചെയ്യുന്നത്. ഒത്തിരി ഏകദേശം 1 വർഷത്തിന് മേളിലായി അല്ലേ? 1.5 വർഷം. അതെ. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് കുറേ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. യദുവിൻ്റെ അച്ഛൻ്റെ കൂടെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അച്ഛന് പറഞ്ഞല്ലോ കേട്ടോ, മോനേട്ടൻ്റെ കൂടെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നല്ല നല്ല രുചികൾ മോനേട്ടൻ ഉണ്ടാക്കി തന്ന നല്ല വെജിറ്റേറിയൻ ഫുഡ് അവരുടെ ഇല്ലത്ത് പോയി കഴിച്ചിട്ടുണ്ട്. മനസ്സിന് സന്തോഷം തരുന്ന, അതുപോലെ തന്നെ അച്ഛൻ്റെ ഒരു വെൽക്കമിങ് എന്ന് പറയുന്ന ഭയങ്കര സന്തോഷം തരുന്നതാണ്. അതുപോലെ തന്നെയാണ് കേട്ടോ യദുവിനെ മോശമായിട്ട് അല്ലല്ല, അങ്ങനല്ല ഒരിക്കലും അല്ല. അപ്പോൾ യദുവിനാണെങ്കിലും നല്ല വെൽക്കമിങ് ആണ്, എപ്പോഴും ഒരു ചിരിയുണ്ട്. അത് തന്നെ നമുക്കൊരു സന്തോഷം തരുന്നതാണ്. നമ്മളിപ്പം വന്നിരിക്കുന്നത് ഏറ്റുമാനൂരാണ്. ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ നേരെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. നടയുടെ നേരെ മുന്നിൽ തന്നെ നിൽക്കുകയാണ്. ഇവിടെ നിന്നാണ് സംസാരിക്കുന്നത്. ഏറ്റുമാനൂർ അമ്പലത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഇവിടെ എത്ര ആനയാണെന്ന് പറഞ്ഞാൽ? ഇവിടെ 11 ആനകളാണ്. ഇവിടെ 7.5 പൊന്നാന. അത് പ്യുവർലി സ്വർണ്ണത്തിൽ പൊതിഞ്ഞിട്ടുള്ള 7 വലിയ ആന, ഒരു ചെറിയ ആന, അങ്ങനെയാണ് 7.5 പൊന്നാന. പണ്ട് മഹാരാജ ഇവിടെ സമർപ്പിച്ചിരുന്നതാണ്. ഇതൊരു വലിയൊരു അദ്ദേഹത്തിന് എന്തൊരു ആപത്ത് വന്ന സമയത്ത് ഇവിടെ ഏറ്റുമാനൂരിന് നേർന്ന് സമർപ്പിച്ചതാണ് കാലങ്ങൾക്ക് മുമ്പ്. വളരെ വളരെ ഒത്തിരി വലിയ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് ഏറ്റുമാനൂർ. അതെ, മഹാദേവ ക്ഷേത്രമാണ്. വളരെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. നല്ല മുറ്റം എന്ന് പറഞ്ഞാൽ മുറ്റം ഇപ്പം ടാറാക്കി, അല്ലെന്നുണ്ടെങ്കിൽ പണ്ട് മണലായിട്ട് ഇങ്ങനെ കിടന്ന ഉത്സവം ഭയങ്കര രസമാണ്. നിറയെ ആൾക്കാരാണ്. ആണല്ലേ? മഹാദേവ ക്ഷേത്രം ആയതുകൊണ്ട് ശിവരാത്രിയും സ്പെഷ്യൽ ആയിരിക്കുമല്ലോ ഇവിടെ. 2 ദിവസത്തിനുള്ളിൽ ശിവരാത്രി വരികയാണ്. അപ്പോൾ ശിവരാത്രിക്ക് മുമ്പ് എടുത്ത വീഡിയോ ആണ്. നിങ്ങൾ കാണുമ്പോൾ ഒരു പക്ഷേ ഞങ്ങൾ എഡിറ്റൊക്കെ ചെയ്ത് വരുമ്പോഴത്തേന് ശിവരാത്രി കഴിഞ്ഞായിരിക്കും കാണുന്നത്. എന്നാലും ഞാൻ പറയുന്നത് ശിവരാത്രിക്ക് മുമ്പ് എടുത്ത വീഡിയോ ആണ്. നമ്മൾ ഇവിടെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഏതു ഒരു രുചിയിടം, പഴയിടം ഒരു രുചിയിടം ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? പുതിയ രുചിയിടം തൊട്ടപ്പുറത്ത് തന്നെയാണ്. അമ്പലത്തിൻ്റെ ഇങ്ങോട്ട് വരുന്ന അകത്തോട്ട് കയറണ്ട, നമുക്ക് ആ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. ആ വഴി ഇങ്ങനെ കയറി വരുമ്പോഴത്തേന് യദുവിൻ്റെ പഴയിടം രുചി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് അവിടെയുണ്ട്, യദുവിൻ്റെയും മോനേട്ടൻ്റെയും ഒക്കെ ആയിട്ട്. അപ്പോൾ അവിടെ പോയി ഫുഡ് കഴിക്കാനായിട്ടാണ്. പക്ഷേ ഇവരൊരു പണി ചെയ്തു, ഒരു സദ്യ അങ്ങ് നിർത്തി. ഒരു പക്ഷേ ടൈറ്റിൽ ഇങ്ങനെ ആയിരിക്കും, സദ്യ നിർത്തി എന്നുള്ളതായിരിക്കും. പക്ഷേ ടൈറ്റിൽ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. സദ്യ അവർ നിർത്തിയിട്ടില്ല, എങ്കിലും ഇവിടെ സദ്യയില്ല അല്ലേ? പക്ഷേ ഒരു പ്രീമിയം വെജിറ്റേറിയൻ മീൽസ് ഉണ്ട്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റിനകത്ത് കയറി നമുക്ക് സംസാരിക്കാം. പോവല്ലേ നമുക്ക്? പിന്നല്ല. അമ്പലത്തിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ പറഞ്ഞില്ലേ, ഇങ്ങനെ വന്നു റെസ്റ്റോറൻറ്റിനകത്ത് കയറി വരുമ്പോൾ തന്നെ യദുവിൻ്റെ കുറേ പ്രോഡക്റ്റ്സ് ആണ് ഇരിക്കുന്നത്. പുളിയിഞ്ചിയുണ്ട്, രസംപൊടിയുണ്ട്, കോക്കനട്ട് ചട്നി പൗഡറുണ്ട്, പിന്നെ ചിപ്സുകൾ, ശർക്കര വരട്ടി എല്ലാം വരും. ബാക്കി എല്ലാ സാധനവും ഉണ്ട്. പഴയിടം രുചി തന്നെയാണോ ബ്രാൻഡ്? ആണ്. അടിപൊളി. അപ്പോൾ അതെല്ലാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാം. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ കിച്ചണിലൊന്ന് കയറാം അല്ലേ? ഒന്ന് പാചകമൊക്കെ തീർന്ന് കാണും ഇപ്പം, എന്നാലും ഒന്ന് കയറി. പായസം എന്ന് പറയുമ്പോഴല്ലോ ആദ്യം തന്നെ മനസ്സിൽ വരുന്ന പഴയിടം രുചിയിലെ പായസമാണ്. പഴം രുചിയിലല്ല, പഴയിടത്ത് വീട്ടിൽ പോയി ഇല്ലത്ത് പോയി കഴിക്കുന്ന പായസം. ഒരു പ്രാവശ്യം ഞാൻ മോനേട്ടൻ ഉണ്ടാക്കിയ പായസം 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യം വന്ന് കഴിച്ചിട്ടുണ്ട് അല്ലേ? 3 പ്രാവശ്യം വന്ന് കഴിച്ചിട്ടുണ്ട്. 1 പ്രാവശ്യം റെസ്റ്റോറൻറ്റിൽ നിന്ന്, 2 പ്രാവശ്യം ഇല്ലത്ത് നിന്ന്. അടിപൊളി പായസമാണ് കേട്ടോ. പായസം ഒന്ന് കഴിക്കേണ്ടതാണ്. അതും ഇല്ലത്ത് പോയി കഴിക്കുന്നതിനൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. പക്ഷേ റെസ്റ്റോറൻറ്റിലും പഴയിടം പായസം സ്പെഷ്യലാണ്. ഇവിടെ ഇപ്പോൾ പായസം റെഡിയായി, അതിനകത്ത് തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്ത് നമുക്ക് തോരൻ റെഡിയായി വരികയല്ലേ? തോരൻ റെഡിയായി വരുന്നു. ബാക്കി എല്ലാം ആയിട്ടുണ്ട്. ഊണ് അല്ലാതെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ തുടങ്ങല്ലേ? നമ്മൾ രാവിലെ 7 മണിക്ക് സ്റ്റാർട്ടിംഗ്, 6 മണിക്ക് ഓപ്പണിംഗ് ആണ്. 7 മണി മുതൽ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു തുടങ്ങുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ദോശ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇഡ്ഡലി ഉണ്ട്, പൂരി ഉണ്ട്, ഉപ്മാവുണ്ട്. യദുവിന് ഏതാ ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റവും ഇഷ്ടം? ഇഡ്ഡലി.
ഇഡ്ഡലിയാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലിയാണല്ലോ. ഇഡ്ഡലി നമ്മൾ രാവിലെ ഇപ്പോൾ ഇഡ്ഡലി കഴിക്കാം. അതെ 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 ഇഡ്ഡലി സാമ്പാർ പൊളിയാണ്. ഒരു രക്ഷയില്ല. വൈകിട്ട് എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ളത്? വൈകുന്നേരം നമുക്ക് ശരിക്കും നമുക്ക് നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് ഒരുവിധം എല്ലാം തന്നെ ഉണ്ട്. റൈസ് ഐറ്റംസ് പറയുന്നത് ഫ്രൈഡ് റൈസ് ഉണ്ട്, ലെമൺ റൈസ് ഉണ്ട്, കേർഡ് റൈസ് ഉണ്ട്, ബിരിയാണി ഉണ്ട്. ഉച്ചയ്ക്ക് ഈ സദ്യ ശരിക്കും പറഞ്ഞ സദ്യയല്ല, സദ്യ പോലെ തന്നെയാണ്. കാരണം അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. സദ്യ നമ്മുടെ കുട്ടി പഴയിടം അങ്ങ് നിർത്തി. സദ്യ നിർത്തിയിട്ട് ഇപ്പം പ്രീമിയം മീൽസ് അല്ലേ? പ്രീമിയം മീൽസ് ആണ് ഒരുവിധം എല്ലാ വിഭവങ്ങളും ഉള്ളത്. അതെന്നെ സദ്യ നിർത്തി വേറൊന്നുമല്ല, ഈ നമ്മളിവിടെ ഈ റെസ്റ്റോറൻറ്റിലെ കേസ് എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ യാത്ര ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഗംഭീര സദ്യ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഉറക്കം വരുന്നുള്ള കംപ്ലൈൻറ്റ് ഒക്കെ വരുന്നതുകൊണ്ട് നമ്മളിത് സദ്യ മാറ്റി മീൽസാക്കി. പക്ഷേ എന്നാലും നമുക്ക് പഴയടത്തിൻ്റെ പേരിൽ നമ്മളൊരു ഭക്ഷണം കൊടുക്കുമ്പം അത് ഐറ്റംസ് എന്ന് വെച്ചാൽ ഐറ്റംസ് കുറയാനും നമുക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സദ്യ പോലത്തെ ഒരു സദ്യ, പരിപ്പ് നെയ്യ്, അതെ പരിപ്പും നെയ്യും ഒഴികെ ബാക്കി എല്ലാം ഉണ്ട്. സദ്യ ഇലയിലാണോ? ഇലയിൽ തന്നെയാണ് എല്ലാ വിഭവങ്ങളും ഉണ്ട്. പായസം അടക്കാണ്ട് സെർവ് ചെയ്യുന്നത്. നമ്മുടെ തിരുവല്ലയിലെ പഴയിടം ഇപ്പൊ ഉണ്ടോ? ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ആക്റ്റീവായിട്ട് തന്നെ പോകുന്നുണ്ട്. രുചിയുണ്ട്. ഇപ്പൊ നമുക്ക് 3 റെസ്റ്റോറന്റ് ഉണ്ട്. ഒന്ന് തിരുവല്ലയിൽ, ഒന്ന് ഏറ്റുമാനൂർ, ഒന്ന് ചങ്ങരംകുളം, മലപ്പുറത്ത് ചങ്ങരംകുളം. അടിപൊളി. അവിടെ ഞാൻ വന്നിട്ടില്ല കേട്ടോ. ഞാൻ അവിടെ ഞാൻ ചോദിക്കാൻ നിൽക്കുമായിരുന്നു എന്തേ വരാൻ. ഞാൻ വിളിക്കണം. ഭാഗത്തോട്ട് വരുമ്പോൾ ഞാൻ എന്തായാലും ഉറപ്പായി. പിന്നെ ഈ സദ്യയും ഈ പ്രീമിയം മീൽസും തമ്മിലുള്ള വ്യത്യാസം എന്താ പറയുകയാണെങ്കിൽ, ഈ മീൽസ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെ പോയിന്റ് തന്നെയാണ്. റെസ്റ്റോറൻറ്റിൽ നമ്മൾ മീൽസ് കൊടുക്കുമ്പോൾ ഒത്തിരി സ്പൈസി ആയിട്ടുള്ള ഫുഡ് സെർവ് ചെയ്യാറില്ല, പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ലഞ്ചിന്. ഒത്തിരി മധുരവും പാടില്ല. അപ്പം ആൾക്കാർ കോമൺ ആയിട്ട് ഏത് വിഭാഗത്തിലുള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു മീൽസാണ് നമ്മൾ പൊതുവെ എല്ലാ റെസ്റ്റോറൻറ്റിലും കൊടുക്കുന്നത്. ഇപ്പോൾ പൊതുവേ ഈ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സിൽ വെളുത്തുള്ളിയുടെ വലിയൊരു അതിപ്രസരമുണ്ട്. പൊതുവെ നമ്മളിപ്പം ഈ ഇന്ത്യൻ നമ്മുടെ നാട്ടിലുള്ള ഒരുവിധം എല്ലാ വെജ് റെസ്റ്റോറൻറ്റ്സിലും എല്ലാ മീൽസ് എടുത്താലും വെളുത്തുള്ളിക്ക് ഓവറായിട്ട് നമ്മൾ വെളുത്തുള്ളി ചേർക്കാറേ ഇല്ല. കാരണം പൊതുവേ ഈ ബ്രാഹ്മിൺ കൾച്ചറിലാണ് വെളുത്തുള്ളി ചേർക്കാത്തതെങ്കിലും ഈ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് വെളുത്തുള്ളി അധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒത്തിരി മധുരമില്ല, ഒത്തിരി എരിവില്ലാത്ത ഒരു ന്യൂട്രൽ ലെവലിൽ ടേസ്റ്റ് നിൽക്കുന്ന ഒരു പ്രീമിയം മീൽ. അതാണ്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ആ മീല് കഴിച്ച് നോക്കാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡി ആവട്ടെ. കിച്ചണിൽ പാചകങ്ങൾ ഇങ്ങനെ തകൃതിയായിട്ട് ഓരോ സൈഡിൽ പലതായിട്ട് നടക്കുന്നുണ്ട്. കാരണം നമ്മൾ കൃത്യം 12 മണിക്ക് നമ്മൾ ലഞ്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഒരു 11:45 നീ പകർത്തി വെക്കണം. ഇപ്പം അതിൻ്റെ ആ തിരക്കുള്ള പുറകിൽ കാണും. ഇനിയിപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ശിവരാത്രിക്ക് മുമ്പായിട്ടാണ് കേട്ടോ. ശിവരാത്രിയുടെ തിരക്കൊക്കെ കാണും. ശിവരാത്രി തിരക്കുണ്ട്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ്. നമുക്ക് MC റോഡിൽ നിന്ന് ഒരു 50 മീറ്റർ അത്രേ ഉള്ളൂ അകത്തോട്ട് കയറാനുണ്ട്. പാർക്കിങ്ങും ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ വേണമെങ്കിലും മതിയാണെന്നുണ്ടെങ്കിൽ അവിടെ പാർക്ക് ചെയ്തിട്ട് വരികയും ചെയ്യാം. ഏതായാലും വാ, നമുക്ക് മീൽസ് കഴിക്കാം. വാ. അങ്ങനെ നമ്മൾ അടുക്കളയിൽ നിന്ന് നേരെ ഇറങ്ങി പായസം കണ്ടപ്പോൾ തന്നെ പായസം കുടിക്കണം എന്നുള്ള ഫീലായിരുന്നു. ഇത് ഇന്ന് ഗോതമ്പ് പായസമാണ് അല്ലേ? ഇന്ന് ഗോതമ്പ് പായസമാണ്. പക്ഷേ എല്ലാ ദിവസവും ഗോതമ്പ് പായസം ആയിരിക്കണമെന്നില്ല. ചില ദിവസം പാൽപ്പായസം ആയിരിക്കും, ചില ദിവസം മാറി നമ്മൾ അടപ്രഥമൻ വെക്കും, പാൽപ്പായസം വെക്കും, പാലട വെക്കും, പരിപ്പ് വെക്കും, ഗോതമ്പ് വെക്കും, എല്ലാം ഉണ്ടാവും. ഗോതമ്പാണ്. ഇനിയിപ്പോൾ ഇതിനകത്തുള്ള കാര്യങ്ങൾ ഏതു തന്നെ പറയട്ടെ. ഇതൊന്ന് പറയുമോ? ഇത് അച്ചാറല്ലേ? അവിടെ ആദ്യം ഓർഡർ പറയുകയാണെങ്കിൽ ആദ്യം വിളമ്പ് നാരങ്ങാച്ചാറാണ്. പിന്നെ മാങ്ങാച്ചാറുണ്ട്, ഇഞ്ചിക്കറിയുണ്ട്, ബീട്രൂട്ട് കിച്ചടി ഉണ്ട്, പൈനാപ്പിൾ പച്ചടിയുണ്ട്, തോരനുണ്ട്, ഓലനുണ്ട്, അവിയലുണ്ട്, പിന്നെ ചോറ്, സാമ്പാർ, പപ്പടം, 2 പപ്പടമുള്ള മീൽസ് തന്നെയാണ്. പിന്നെ ഒഴിച്ചു കൂട്ടാനായിട്ട് നമുക്ക് മോരുണ്ട്, പച്ചമോരുണ്ട്, സംഭാരം. പച്ചമോരും ചില പച്ചമോരും സംഭാരം നമ്മൾ കുടിക്കുന്നത്. പച്ചമോരും കുടിക്കാം. പുളിശ്ശേരിയാണ്. പിന്നെ രസമുണ്ട്. പുളിശ്ശേരി എന്ന് വെച്ചാൽ നമ്മൾ നീട്ടി പുളിശ്ശേരിയല്ല, ഒരു തിക്നെസ് ഉള്ള നീട്ടി കുറുക്കിയ പുളിശ്ശേരി. അത്ര നീട്ടിയതല്ല, പക്ഷെ ഇച്ചിരി തിക്നെസ് ഉണ്ട് കേട്ടോ. എന്നാൽ കാളനല്ലതാനും അല്ലേ? കാളനല്ല, പുളിശ്ശേരിയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ചിപ്സ് മിസ്സിംഗ് ആണ്. അതുപോലെ ചിപ്സ് മിസ്സിംഗ് ഉണ്ട്, പഴം മിസ്സിംഗ് ഉണ്ട്, ശർക്കര വരട്ടി മിസ്സിംഗ് ഉണ്ട്, പിന്നെ പരിപ്പ് നെയ്യും നമ്മൾ വിളമ്പുന്നില്ല. ബാക്കിയെല്ലാം ഉണ്ട്. അതാണ് സദ്യ ആയിട്ടുള്ള വ്യത്യാസം. ഒരു ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഒരു മീൽസ് ആയിട്ട് തന്നെയാണ് നമ്മൾ റേറ്റ് വരും. 140 റുപ്പീസാണ് നമ്മുടെ 140 ആണ് ഈ ഒരു സെറ്റ് മീൽസിന് വരുന്ന റേറ്റ്. അപ്പോൾ നമ്മൾ പപ്പടം പൊട്ടിച്ചങ്ങ് തുടങ്ങല്ലേ? പപ്പടം പൊട്ടിച്ച് ആ പപ്പടവും സാമ്പാറും റൈസും എല്ലാം കൂടെ തനി നാടൻ സദ്യ അല്ല, നാടൻ മീൽസ്, ഇലയിൽ വിളമ്പിയിരിക്കുന്ന മീൽസ്, അതിനകത്ത് പപ്പടമൊക്കെ പൊട്ടിച്ച് നമ്മളിങ്ങനെ കഴിക്കുക. ഇനിയുള്ള സാമ്പാറിൻ്റെ ടേസ്റ്റ് എല്ലാം ടേസ്റ്റ് ഇഷ്ടമാണ്. നല്ല ടേസ്റ്റ് കേട്ടോ. അടിപൊളി സാമ്പാർ. നമ്മുടെ സ്വന്തം സാമ്പാർ പൊടിയാണ്. ആണല്ലേ? സൂപ്പർ ടേസ്റ്റ്. ഇന്നിവിടെ സ്റ്റോക്ക് ഇല്ലായിരുന്നെന്ന് പറഞ്ഞു സാമ്പാർ പൊടി. വൈകുന്നേരം വരും.
അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങ അച്ചാർ തൊട്ട് നക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ അങ്ങ് തൊട്ട് നക്കുക, ചോറ് ലാവിഷായിട്ട് സന്തോഷമായിട്ട് കഴിക്കുക. അത്രയേ ഉള്ളൂ. ഈ എംസ് റോഡിൽ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർ അകത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ തിക്കായിട്ടുള്ള സദ്യ കഴിക്കുന്ന ആൾക്കാർക്ക് മടിയാണ് യാത്രയിൽ. മിക്കവരും ഏർലി മോർണിംഗ് ട്രാവൽ സ്റ്റാർട്ട് ചെയ്തവരായിരിക്കും. ഇത് നമുക്കാണ് നല്ല വാഷ്റൂംസ് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ബജറ്റായിട്ടുള്ള ഒരു മീൽസ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ തിരുവല്ലയിൽ സദ്യ ഉണ്ട്, ഇപ്പോഴും ഉണ്ട് അല്ലേ? സദ്യയായിട്ടാണ്. അവിടെ മീൽസ് ഇല്ല, സദ്യയാണ് എല്ലാ ദിവസവും സദ്യ. പക്ഷേ ഇവിടെ അങ്ങനെ ഇവിടെ എന്ന് വെച്ചാൽ ഒന്ന് ഈ അമ്പലത്തിൽ വരുന്ന ഗസ്റ്റ് ഒത്തിരി അമ്പലത്തിനും ചേർന്നായിട്ട് വരുന്നുണ്ട്. ഈ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരും പറയുന്നത് മീൽസ് മതി, അവർക്ക് നോർമൽ മീൽസ് കഴിച്ചാൽ മതി. അതാണ് ആ ഒരു റേറ്റിൽ നമ്മളിങ്ങനെ. പക്ഷേ നമ്മൾ ഞാൻ ഈ പറഞ്ഞ ഐറ്റംസേ കുറവുള്ളൂ, ബാക്കിയെല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ അവിയൽ ഞാനൊരു ഓർഡറിലൊന്നും അല്ല ഞാൻ പോകുന്നത്. ഇത് ഒരു പക്ഷേ ഓർഡർ തന്നെ ആയിരിക്കും കഴിക്കുന്നത്. പക്ഷേ ഞാൻ ആ ഓർഡറിലൊന്നും അല്ല പോകുന്നത്. അതെ, ഞാനൊരു സ്വല്പം അവിയൽ ഇങ്ങനെ എടുത്തേ. അവിയൽ പണ്ടൊരിക്കലും ഞാൻ നാരങ്ങ അച്ചാർ കൂട്ടി കഴിച്ചിട്ട് ആരോ കുറ്റം പറഞ്ഞായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് അങ്ങനെ അച്ചാർ കൂട്ടി അവിയൽ കഴിക്കാൻ ഇഷ്ടമാണ്. അച്ചാറും അവിയലും കൂടെ. ഇതിപ്പോൾ മാങ്ങ അച്ചാറിൽ ഞാൻ മുക്കി അവിയലെടുക്കുക. ആ മാങ്ങ അച്ചാറിൻ്റെ പുളിയും അവിയലിനൊരു കഥ തന്നെയുണ്ട്. ഭീമസേനാണ് അവിയൽ ഉണ്ടാക്കിയെന്നാണ് ഒരു ഐതിഹ്യം പറയുന്നത് അല്ലേ? ഭീമസേനൻ വേഷപ്രച്ഛന്നനായിട്ട് അദ്ദേഹം ഒരു രാജ്യത്തിൻ്റെ പേരൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. ആ രാജ്യത്ത് രാജാവിൻ്റെ അടുത്ത് ഇങ്ങനെ ജോലി ചെയ്യും, കുശിനിക്കാരനായിരുന്നു അല്ലേ? അപ്പം പെട്ടെന്ന് ആരോ ഒത്തിരി കഥകൾ കേൾക്കുന്നത്. ആണോ? പല കഥകൾ പണ്ട് ഇപ്പം ഈ പഞ്ചപാണ്ഡവർ പണ്ട് വനവാസത്തിന് പോയ സമയത്ത് അല്ല, അതിന് വേറൊരു പ്രശ്നമുണ്ട്. ഇവർക്ക് ഭക്ഷണമൊന്നും ഇല്ലാണ്ടിരുന്ന സമയത്ത് കയ്യിലുണ്ടായിരുന്ന എല്ലാവരും വെട്ടിക്കൂട്ടി അരിഞ്ഞ് കറി വെച്ചതെന്നും അതിനെ അവിയൽ എന്നുള്ള പേരായിരുന്നു ഒരു വർഷം കേൾക്കുന്നത്. ഞാൻ പറഞ്ഞ വർഷം അതല്ല കേട്ടോ. ഇത് ഇവരുടെ കൊട്ടാരത്തിൽ ആരോ അതിഥികൾ വന്നപ്പോഴത്തേന് രാജാവ് പറഞ്ഞു പെട്ടെന്ന് കറികൾ വേണം. ഒരു കറിയായിട്ടില്ലായിരുന്നു, പല കറികൾ ഇച്ചിരിച്ച ഉണ്ടായിരുന്നു. ഒരു കറി മൊത്തമായിട്ട് ഉണ്ടാക്കാനുള്ള പച്ചക്കറി ഇല്ലായിരുന്നു. അപ്പോൾ ഉള്ള പച്ചക്കറികളെല്ലാം കൂടെ വെട്ടിക്കൂട്ടിയിട്ട് അവിയലായെന്നാണ് പറഞ്ഞത്. പക്ഷേ അവിയൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളീയരുടെ ഒരു അഭിമാനം തന്നെയാണ് കേട്ടോ. ഇത്രയും നല്ലൊരു ഡിഷ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് കറി. അവിയലിൽ ചേരാത്ത പച്ചക്കറികൾ ഇല്ല എന്നാണ് പൊതുവെ പറയാറ്. എന്തും ചേർക്കണം. പക്ഷെ നമ്മുടെ പൊതുവെ നമ്മൾ ഈ കഴിക്കുന്ന അവിയൽ വെച്ചാൽ മറ്റു തിരുവിതാംകൂർ ശൈലി, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, നമ്മുടെ ഈ എറണാകുളം സൈഡിൽ ഈ ഒരു രീതിയിലൊക്കെ വിളമ്പുന്ന സമയത്ത് നമ്മൾ പാകം ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ അവിയൽ വെക്കാം. ഇതിനകത്ത് തൈര് ചേർക്കുന്നതാണോ? തൈര് ശരി, രണ്ട് രീതി ചേർക്കാം. ഒന്നുകിൽ പച്ച മാങ്ങ ചേർക്കാം, അല്ലെങ്കിൽ നമ്മൾ പുളിയുള്ള തൈര് ചേർക്കാം. ഇവിടെ നമ്മൾ മാങ്ങ ചേർത്തിട്ട് സ്വല്പം തൈര് ചേർക്കണം. അപ്പോൾ അവിയൽ പുളിയാണ് കേട്ടോ. അവിയൽ അത് ആ മാങ്ങാക്കറിയുടെ കൂടെ കഴിക്കുമ്പോൾ തന്നെ ഇച്ചിരി പുളി വേണമെന്ന് തോന്നിയാൽ ഞാൻ ഇതുകൊണ്ടാണ് അച്ചാറിൻ്റെ കൂടെ കഴിക്കുന്നത്. എനിക്ക് ഒരു സ്വല്പം പുളി ഇഷ്ടമാണ്, ആ ടാഞ്ചി ടേസ്റ്റ് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അച്ചാറിൻ്റെ കൂടെ കഴിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവിയലിൽ തന്നെ ചെറിയൊരു പുളിയൊക്കെ ഉണ്ട്. ഇങ്ങനെ കഴിച്ചു പോയാൽ മതി. ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പച്ചടിയുണ്ട്, പൈനാപ്പിൾ പച്ചടി അല്ലേ? പൈനാപ്പിൾ കൊത്തി അരിഞ്ഞിട്ട് വരട്ടിയെടുക്കുന്ന പച്ചടിയാണ്. വരട്ടിയെടുക്കുന്നതാണ്. അത് ഇച്ചിരി തിക്കായിട്ട് തന്നെയാണ് കേട്ടോ. ജാം പോലെ ഹൽവ പോലെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ച ക്യാരറ്റ് ഹൽവയാണോ കൊണ്ട് വെച്ചത്. ഇത് പൈനാപ്പിൾ പച്ചടിയാണ്. ഇതെടുത്ത് ഞാൻ മോനെ സൂപ്പർ. ഇതുവരെ കഴിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പച്ചടി ഇതായിരിക്കും. അതേപോലെ തന്നെ ഈ കറികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടു അത് തന്നെയാണ്. മധുരമുണ്ട് കേട്ടോ, മധുരമുണ്ട്. അതിനകത്തൊരു കാഷ്യൂനട്ടും കിട്ടിയെന്ന് എനിക്ക്. ആ പൈനാപ്പിളിൻ്റെ നല്ല ഫ്ലേവറും എടുത്ത് നിൽക്കുന്നുണ്ട്. പൊളി. ഇനിയിപ്പം കണ്ടിന്യൂ ചെയ്യുന്നു. തോരനെ, പുളിയിഞ്ചി, അങ്ങനെ ഓരോന്നങ്ങ് കഴിച്ചങ്ങ് പോവുക നമ്മൾ. ഓലൻ, അതെ. ഓലിനുമകത്തും കുറേയേറെ പച്ചക്കറികളുണ്ട്. പക്ഷെ അതിനകത്ത് ഡിഫൈൻഡ് ആയിട്ടുള്ള പച്ചക്കറികളുണ്ട് അല്ലേ? ഈ ഓലൻ്റെ സയൻസ് എന്ന് പറയാം. ഇല്ല, നമ്മൾ ഓരോ വിഭവങ്ങൾ മാറി കഴിക്കുമ്പോൾ ഓരോന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഓലൻ കഴിക്കും. ഞാൻ ഓലന് രുചിയില്ലാത്തൊരു വിഭവമാണ്. ഓലന് ഉപ്പില്ല, എരിവില്ല, പുളിയില്ല, ഒരു നിർവികാര ജീവിയായിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇനി കഴിക്കാൻ പോകുന്ന വിഭവത്തിൻ്റെ ടേസ്റ്റ് നമ്മുടെ നാട്ടിൽ കിട്ടാൻ, ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഓലൻ കഴിക്കും. ഓലൻ കഴിച്ചു ഓലൻ ഉപ്പ് പുളിയൊന്നും ഉണ്ടാവില്ല. ഒരു വിഭവം കുറച്ച് കഷ്ണങ്ങൾ വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചൊരു വിഭവം റെസിപ്പി മാത്രമാണ് കേട്ടോ. ഓലൻ ശരിക്കും ഒരു കംപ്ലീറ്റ് ബ്ലണ്ട് ആയിട്ടുള്ളൊരു ഇത് ശരി. നമ്മൾ ഓലയിൽ തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ പച്ച വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചിട്ട് ഇടിച്ചു കൂട്ടിയെടുക്കും. പാലക്കാടൻ ശൈലിയിൽ, വള്ളുവനാടൻ ഓലൊക്കെ അങ്ങനെ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്താണ് ചെയ്യുന്നത്. അങ്ങനെ പല സ്ഥലങ്ങളും നമ്മുടെ സദ്യ തന്നെ നമ്മൾ തെക്ക് മുതൽ തിരുവനന്തപുരം മുതൽ അങ്ങോട്ട് വടക്ക് കാസർഗോഡോ പാലക്കാടോ ആ സൈഡിലോട്ടൊക്കെ മാറുമ്പം ഈ സദ്യയുടെ രുചികളെല്ലാം തന്നെ മാറി മാറി വരും. ഓരോ സ്ഥലത്തും ഓരോരോ രുചികളാണ്. അടുത്ത് നമ്മൾ കിച്ചടിയിൽ പിടിക്കുകയാണ്. ബീട്രൂട്ട് കിച്ചടിയാണ്. നല്ല ബീട്രൂട്ടിൻ്റെ കളറിൽ, പർപ്പിൾ കളറിൽ ഇരിക്കുന്ന കിച്ചടി. അതിങ്ങെടുത്ത് ഈ കിച്ചടി കഴിക്കുമ്പോഴല്ലോ
ഒരു പഞ്ച് കിട്ടുന്ന പോലെ. കാരണം എന്ന് വെച്ചാൽ മസ്റ്റർഡ് അതിനകത്ത് അരച്ച് ചേർക്കുന്നുണ്ട് അല്ലേ? കടുക് അരച്ച് ചേർക്കുന്നുണ്ട്, അരച്ച് ചേർക്കും. അപ്പോൾ പച്ചക്കടുക് അരയ്ക്കുന്ന ഒരു ടേസ്റ്റും വരും. പിന്നെ കടുക് വറുത്ത് വിടുന്നുണ്ട്. നമ്മൾ ബീറ്റ്റൂട്ട് അരിഞ്ഞെടുത്തിട്ട് വേവിച്ച് അരച്ചെടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കും. അങ്ങനെയാണ്. അപ്പോൾ ആ കടുക് അരയ്ക്കുന്നതിൻ്റെ പച്ചക്കടുകല്ലേ അരയ്ക്കുന്നത്, അതിൻ്റെ ഒരു പഞ്ചാണ് ശരിക്കും പറഞ്ഞാൽ. കടുകിൻ്റെ സോസൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഏകദേശം അതിൻ്റെ ഒരു ലൈറ്റർ വേർഷൻ ഓഫ് പഞ്ച് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ തോരൻ, ക്യാബേജ് അല്ലേ? ക്യാബേജ് ഇന്ന് ക്യാബേജാണ്, ഇന്ന് മാറി നമ്മളെല്ലാം ചെയ്യും. വാഴച്ചുണ്ട്, ചേനപ്പിണ്ടി. ഓ അടിപൊളിയാണ്. ഞാൻ വരുന്ന സമയത്ത് ഇതൊന്നും ഇല്ല എന്നുള്ള. പക്ഷെ ഇന്ന് ഏതായാലും ക്യാബേജും ക്യാരറ്റും കൂടെ ഉള്ളത്. ഇനിയിപ്പം നിങ്ങൾക്ക് ഒരു സ്വല്പം പുളിശ്ശേരി വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ സാമ്പാർ ഏകദേശം തീർന്നു. അപ്പോൾ പുളിശ്ശേരി ഒരു സ്വല്പം എടുത്ത് ഇതാ ആ ചോറിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കാം. സ്വല്പം ഏതും പുളിശ്ശേരി തരട്ടെ. പുളിശ്ശേരിയും ചോറും കൂടെ അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചില ഒഴുകി നടക്കുന്ന പുളിശ്ശേരി എന്നാണ് യദു പറഞ്ഞത്. പക്ഷേ എന്നാലും അത് ആവശ്യത്തിന് തിക്കാണ് കേട്ടോ. ഞാൻ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പുളിശ്ശേരിയേക്കാളും ഇച്ചിരി തിക്കാണ്. ഉണ്ട്. കട്ടിക്കാളനാകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ആൾക്കാർക്ക് എല്ലാം ഇഷ്ടപ്പെടും. നല്ല പുളിയല്ലേ? ഇതാകുമ്പോൾ മീഡിയം പുളിയുള്ളൂ. പുളി ഇച്ചിരി ലൈറ്റാണ്. പഴത്തിൻ്റെ ഫ്ലേവറോട് അത് വരും. അതെ അതെ അതെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ടേസ്റ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ കാളൻ കഴിക്കുക, ഓലൻ കഴിക്കുക. എന്നിട്ട് എനിക്കൊരു സ്വല്പം രസം. അവസാനം നമ്മൾ പായസം കൂടെ കുടിച്ച് പരിപാടി നിർത്തും. പക്ഷേ നല്ല രുചികൾ എപ്പോഴും നമുക്ക് സന്തോഷം തരുന്ന. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും സന്തോഷം ഉണ്ടാകട്ടെ, ഇഷ്ടംപോലെ നല്ല രുചികൾ വരട്ടെ. വീണ്ടും നമ്മൾ കാണുന്നവരെ തൽക്കാലത്തേക്കിന് ബൈ അല്ലേ? അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞു, പായസത്തിലേക്ക് വരികയാണ് കേട്ടോ. ഗോതമ്പ് പായസമാണ്. അതിനകത്ത് തേങ്ങാക്കൊത്തൊക്കെ വറുത്തിട്ടിട്ടുമുണ്ട്. ഗോതമ്പ് പായസത്തിന് ഒത്തിരി മധുരമില്ല, ഇല്ല സ്വീറ്റ് അല്ല, മീഡിയം മധുരം. ഗോതമ്പ് എന്ന് പറഞ്ഞാൽ ഡൈജഷൻ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് നല്ലതാണ് പറ്റുന്ന സാധനം ഗോതമ്പാണ്. അപ്പോൾ ഗോതമ്പിൽ മധുരം കൂടിക്കഴിഞ്ഞാൽ ഈ ഡൈജഷൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടാത്തതുകൊണ്ട് തന്നെ ഗോതമ്പ് പായസം വയ്ക്കുമ്പോൾ മധുരം കുറവായിരിക്കും, എന്നാലും ടേസ്റ്റ് കൊള്ളാം. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ജീവിതത്തിൽ സന്തോഷവും മധുരവും രുചികളും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈ.